കോഴിക്കോട്ടേക്കാണ്. അവിടെ കടം തീർക്കാൻ ഒരു കമ്പനി അവരുടെ കോംപ്ലക്സ് മറ്റൊരു കമ്പനിക്ക് കൈമാറിയത് വിവാദമാവുകയാണ്. ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് ആണ് കാനറ ബാങ്കിന്റെ കടം തീർക്കുന്നതിനായി സ്വകാര്യ കമ്പനിക്ക് കൈമാറിയത്. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ ഉത്തരവനുസരിച്ചാണ് കൈമാറ്റം എന്നാണ് വിശദീകരണം. എന്നാൽ സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിന് പിന്നിൽ ഒത്തുകളി എന്ന ആരോപണവുമുണ്ട്. ഒരു കാലത്ത് കോഴിക്കോടിന്റെ മുഖമുദ്രയായിരുന്നു സ്റ്റീൽ കോംപ്ലക്സ്. മാസത്തിൽ 6000 ടൺ ഉൽപ്പാദനം നടത്തിയിരുന്ന സ്ഥാപനം പ്രത്യക്ഷമായും പരോക്ഷമായും 2000-ലധികം തൊഴിലാളികൾക്ക് ജോലി നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തിവന്ന ഈ സ്ഥാപനമാണ് ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനിക്ക് വിറ്റിരിക്കുന്നത്. ആയിരത്തി 1973 സ്വകാര്യ മേഖലയിലാണ് സ്റ്റീൽ കോംപ്ലക്സ് തുടങ്ങിയത്. പിന്നീട് 1995 സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. 2008 കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി. 2011 കാനറ ബാങ്കിൽ നിന്ന് 45 കോടി രൂപ വായ്പയെടുത്ത് പുതിയ റോളിംഗ് മിൽ സ്ഥാപിച്ചു. ഈ തുക തിരിച്ചടയ്ക്കാതെ 108 കോടിയിലെത്തി. ഇത് തിരിച്ചുപിടിക്കാനാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ കാനറ ബാങ്ക് സമീപിച്ചത്. ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമാണ് ടെൻഡർ നടപടി ഉൾപ്പെടെ നടന്നത്. എന്നാൽ ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് സ്റ്റീൽ കോംപ്ലക്സ് കൈമാറാൻ കഴിയില്ലെന്നും ഇതിന് പിന്നിൽ കള്ളക്കളിയുണ്ടെന്നും മുൻ വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീം. ഇങ്ങനെ ആ സ്ഥലം വിൽപ്പന നടത്താൻ കേരള ഗവൺമെൻറ്റിന് അനുമതി വേണം. ഇതൊന്നും പരിഗണിക്കാതെയാണ് NCLT വിധി പറഞ്ഞത്. 2 തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ഈ വിധിയിലൊന്നും പറഞ്ഞിട്ടില്ല. ബാങ്കിൻ്റെ ഡ്യൂ മാത്രമേ പറഞ്ഞു. അതുകൊണ്ട് തൊഴിലാളികൾ അനുവദിക്കില്ല. തൊഴിലാളികൾ സംഘടിതമായി ചെറുത്ത് നിന്നാൽ അതിന് മറ്റ് തൊഴിലാളി സംഘടനകളും എല്ലാം പിന്തുണ കൊടുത്താൽ ഒരാൾക്കും അതിനുള്ളിൽ കടക്കാൻ കഴിയും. ഇപ്പോൾ അടുത്ത ദിവസം ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതിനുള്ളിലേക്ക് ഒരാളെയും കയറ്റില്ല. ഈ 2 കാരണങ്ങളാൽ ഇത് ഒരാൾക്കും കൈവശപ്പെടുത്താൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സർക്കാർ അപ്പീൽ നൽകണമെന്നും MK രാഘവൻ. പൊതുമരാമത്ത് മന്ത്രിയുടെ മണ്ഡലം കൂടിയാണെന്ന് ആലോചിക്കണം. ഒരു പൊതുമേഖലാ സ്ഥാപനം, തൻ്റെ മണ്ഡലത്തിലെ പൊതുമേഖലാ സ്ഥാപനം ചെറിയ കാശിന് വിൽക്കുന്നു. വലിയ ആസ്തി നിങ്ങൾ ആലോചിക്കണം. എന്തുകൊണ്ട് അത് ഏറ്റെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായില്ല? ഇത് കൃത്യമായി സ്റ്റേറ്റ് ഗവൺമെൻറ്റും വ്യവസായ വകുപ്പും മന്ത്രി റിയാസും ഉത്തരം പറയണം എന്നാണ്. ഞാനിപ്പോൾ ഇന്നലെ തന്നെ 2 പേർക്ക് മെയിൽ കൊടുത്തു, കേന്ദ്രമന്ത്രിക്കും സെക്രട്ടറിക്കും, പുനഃപരിശോധിക്കാൻ വേണ്ടി. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെ അപ്പീൽ പോകണം. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറാകണം. ഇതാണ് സൂചിപ്പിക്കുന്നത്. തൊഴിലാളികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി കരാറിൽ ഒന്നുമില്ലെന്നും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും തൊഴിലാളി യൂണിയനുകളും വ്യക്തമാക്കി. വളരെ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊള്ളുക. ഏതൊക്കെ അറ്റം വരെ നമുക്ക് പോകാൻ പറ്റും അതുവരെ പോകും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ട് ഗാന്ധിജി പറഞ്ഞതുപോലെ ഡു ഓർ ഡൈ, അതേപോലെ ഇത് മാത്രമേ ഞങ്ങളിലുള്ളൂ. 300 കോടി രൂപയുടെ ആസ്തിയുള്ള സ്റ്റീൽ കോംപ്ലക്സ് വെറും 30 കോടി രൂപയ്ക്ക് സ്വകാര്യ കമ്പനിക്ക് നൽകുന്നതും വലിയ ചർച്ചയാകുന്നുണ്ട്. എന്താണ് ഈ സ്ഥാപനത്തിന്റെ നിലവിലത്തെ അവസ്ഥ? എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ഈ സ്ഥാപനം നിലനിർത്തണം. ജീവനക്കാർക്ക് ആവശ്യമായ ശമ്പളവും ആനുകൂല്യവും നൽകണം. ഇവിടെയുള്ള ജീവനക്കാരെ പുനരധിവസിപ്പിക്കണം. അങ്ങനെ ആവശ്യങ്ങൾ നിരവധിയാണ്. ക്യാമറാമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. 300 കോടിയുടെ ആസ്തിയുള്ള സ്റ്റീൽ കോംപ്ലക്സ് 30 കോടി രൂപയ്ക്ക് നൽകുന്നതിൽ ദുരൂഹത ആരോപിക്കുന്നവരേറെയാണ്. പ്രതികരണങ്ങളിലേക്ക്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി വിറ്റൊഴിക്കുകയാണ് കേന്ദ്രവും കേരളവും. സാധാരണയായി ഏറ്റവും പഴി കേൾക്കുന്നത് കേന്ദ്രത്തിനാണ് പൊതുമേഖലാ സ്ഥാപനം വിറ്റുവെച്ചു എന്നുള്ളത്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വർഷങ്ങളായി ഇത് തുടരുന്ന പ്രതിഭാസമാണ്. അതിലൊന്നാണ് കോമൺവെൽത്ത്, ഗോളിയർ ഹൻസ്. ഇനി ഇതാ നമ്മുടെ സ്റ്റീൽ കോംപ്ലക്സും തുച്ഛമായ വിലക്കാണ് അത് കൊടുത്തതാണ് എൻ്റെ അഭിപ്രായം. കാരണം 30 കോടിക്കേറ്റാണ് വിറ്റതെന്നാണ് പറയുന്നത്. 30 ഏക്കറോളം സ്ഥലമുണ്ട്. ഭൂമിൻ്റെ വില പോലും ആ വിൽപ്പനയിൽ കിട്ടിയിട്ടില്ല. ഇത് വിൽപ്പന നടത്തുന്നതിൽ മാത്രമല്ല, തൊഴിലാളികൾക്ക് ഇതിൽ സ്റ്റേ ഇല്ലാത്ത രീതിയിലുള്ള വിൽപ്പനയാണ് നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് പല സ്ഥാപനങ്ങളും വിൽപ്പന നടത്തിയിട്ടുണ്ട്. അത് തൊഴിലാളികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിൽപ്പനയാണ് നടത്തിയിട്ടുള്ളത്. ഇതേ സ്ഥാപനത്തിൽ ഇതേ തൊഴിലാളികൾക്ക് അവിടെ അവരുടെ എല്ലാ അവകാശങ്ങളും അവരുടെ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടും അവർക്ക് ജോലി നൽകിക്കൊണ്ടുമാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ അതുപോലും ഇല്ലാതെ പൂർണ്ണമായും അത് സെയിലായി നടത്തിയിരിക്കുകയാണ്. ഇത് തൊഴിലാളി വിരുദ്ധമാണ്. വിശദമായ ഒരു അന്വേഷണം നടത്തിയിട്ട് ഇതിൻ്റെ പിന്നിലുള്ള കരങ്ങൾ ഏതാണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. കാരണം തൊഴിലാളികളെ സംബന്ധിച്ച് ഇന്ന് വളരെ ആശങ്കയിലാണ്. തൊഴിലാളികൾക്ക് ഇനി മിനിമം, ഞാനിവിടെ 33 വർഷം സർവീസുള്ളൊരു ജീവനക്കാരനാണ്. എനിക്കിനി 5 വർഷം കൂടെ സർവീസ് ഉണ്ട്. കാരണം ഈ പ്രായത്തിൽ
ഇവിടെ ജോലി ചെയ്ത് പോയി ഈ പ്രായത്തിലായിട്ട് ഇനി പുറത്ത് പോയിട്ടൊരു ജോലി ചെയ്യാൻ കഴിയില്ല. അതുപോലെ 13ഓളം ആളുകൾ ഇന്ന് ബീവറേജിൽ ഡെപ്യൂട്ടേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഒരു 12ഓളം ആളുകൾ ഇവിടെ തന്നെ ഉണ്ട് നിലവിൽ. അപ്പോൾ ഇത്രയും ആളുകളുടെ തൊഴിൽ സംരക്ഷണം വലിയ ബുദ്ധിമുട്ടാണ്.